നമ്മുടെ ഹാലോ ഗ്രൂപ്പുകൾ തന്നെ 2-3 ഇങ്ങനെ ഒരേ സംഭവത്തിൽ കയറി വന്ന് നമ്മൾ എന്താ ചെയ്യുക? അതെങ്ങനെയാ ചെയ്യുന്നത് നമ്മൾ ഇന്ന് നോക്കാൻ പോകണം. ഓക്കെ അല്ലേ? 2 or more ഹാലോ ഗ്രൂപ്പൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ചെയ്യാം? നിങ്ങൾക്ക് ഓക്കെ, ഞാൻ അത് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേറൊരു കാര്യം, നിങ്ങൾക്ക് പേര് തന്നിട്ട് തിരിച്ചെഴുതാൻ ചോദിക്കും. ഇപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെയും ബ്രാഞ്ചുകളുടെ പേരൊക്കെ എന്നിട്ട് തിരിച്ചത് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതെങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ എന്തായാലും പെട്ടെന്ന് റിവൈസ് ചെയ്ത് തരാം. സപ്പോസ് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് 2 ഈഥൈൽ അല്ലെ വേണ്ട 3 ഈഥൈൽ പെൻഡേൻ സപ്പോസ് വരയ്ക്കാൻ ചോദിക്കുവാണെങ്കിൽ 3 ഈഥൈൽ പെൻഡേൻ വരയ്ക്കാൻ ചോദിക്കുവാണെന്ന് വിചാരിക്കാം. 3 ഈഥൈൽ പെൻഡേൻ. അപ്പൊ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? എങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റാം? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കറിയാം ഇതിന്റെ മെയിൻ ചെയിൻ ഏതാ? പെൻഡേൻ ആണ് അല്ലെ. പെൻഡേൻ ആണെന്നുണ്ടെങ്കിൽ ആ മെയിൻ ചെയിൻ ആദ്യം അങ്ങ് വരയ്ക്കുക. അതിന്റെ സ്കെലറ്റൽ സ്ട്രക്ചർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാർബൺ വെച്ച് മാത്രമുള്ള സ്ട്രക്ചർ. പെൻഡേൻ 1 2 3 4 5. ഇനി എന്താ ഇവിടെ പറഞ്ഞേ? മൂന്നാമത്തെ കാർബണിൽ ഈഥൈൽ ഉണ്ട്. സോ 1 2 3 ഇതാണ് മൂന്നാമത്തെ കാർബൺ. അതിനകത്ത് എന്തുണ്ട്? ഈഥൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കാർബൺ ഉള്ള ബ്രാഞ്ച്. സോ ഒരു കാർബൺ, അടുത്ത കാർബൺ, ഇങ്ങനെ വരച്ചാൽ മതി. സിമ്പിൾ. ഇനി എന്ത് ചെയ്യാ? ഇട്ട് കൊടുക്കുക. CH3 CH2 CH അല്ലെ, CH അല്ലെ 3 1 4 CH3 CH2 അവിടെ CH3 CH2 CH3. ഇതാണ് ആ കോമ്പൗണ്ട്. ഇനി പെട്ടെന്ന് നിങ്ങളടുത്ത് പറയാണ് പെൻഡാൻ 2 ഓൾ നിങ്ങളടുത്ത് വരയ്ക്കാൻ പറയാണ്. സിമ്പിൾ. നിങ്ങൾ നോക്കി ഇവിടെ ആരാ? ഇവിടെ മെയിൻ ചെയിൻ പെൻഡാൻ ആണ്. പെൻഡാൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ. 1 2 3 4 5 കാർബൺ. ഇനി എന്താ പറഞ്ഞ 2 ഓൾ രണ്ടാമത്തെ കാർബണിൽ ഓൾ ഇരിപ്പുണ്ട്. ആരാണ് ഈ ഓൾ എന്ന് പറഞ്ഞാൽ? OH ആണ്. ആൽക്കഹോൾ ആണ്. ഓൾ ആൽക്കഹോൾ OH. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ കാർബണിൽ ഓൾ ഇരിപ്പുണ്ട്. രണ്ടാമത്തെ കാർബൺ ഏതാ? 1 2. രണ്ടാമത്തെ കാർബൺ ഇതാണ്. അതിനകത്ത് ആരിപ്പുണ്ട്? OH ഇരിപ്പുണ്ട്. ഇനി എന്ത് ചെയ്ത് ധൈര്യമായിട്ട് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. CH3 CH2 CH3. ഇത്രയേ ഉള്ളൂ. പേര് എന്നിട്ട് കോമ്പൗണ്ട് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ പഠിച്ച നമ്മളെ ഹാലോ ഗ്രൂപ്പിന്റെ ഒരു എക്സാമ്പിൾ പറയാം. 2 3 ക്ലോറോ ബ്യൂട്ടൈൻ അല്ലെ വേണ്ട 3 ക്ലോറോ ഹെക്സൈൻ. സപ്പോസ് 3 ക്ലോറോ ഹെക്സൈൻ എങ്ങനെ ചെയ്യാം? ആദ്യം നോക്കാം. മെയിൻ ചെയിൻ ഏതാ? ഹെക്സൈൻ ആണ് അല്ലെ. 1 2 3 4 5 6 അല്ലെ. ഇനി എന്താ പറയുന്നത്? 3 ക്ലോറോ മൂന്നാമത്തെ കാർബണിൽ ക്ലോറിൻ ഇരിപ്പുണ്ട്. മൂന്നാമത്തെ കാർബണിൽ ക്ലോറിൻ. സോ 1 2 3 മൂന്നാമത്തെ കാർബൺ ഇതാണ്. ഇതിനകത്ത് എന്ത് വരയ്ക്കുക? ക്ലോറിൻ വരയ്ക്കുക. Cl. ഓക്കെ. ഇനി ബാക്കിയെല്ലാം ഹൈഡ്രജൻ കൊടുക്കുക. CH3 CH2 CH3. ഓക്കെ. നമ്മൾ ഈ ടോപ്പിക് മാത്രമേ പറഞ്ഞോളൂ അല്ലേ. ഇനി നമ്മൾ എന്താ പറയാൻ പോണം? ഓക്കെ, 2 3 ക്ലോറിനൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? 2 3 ഹാലോ ഗ്രൂപ്പ് ഒക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ് നിർത്താം. ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് എന്ന് വിചാരിക്കുക. CH3 CHCl CHF CHBr CH3. ഇതാണ് കോമ്പൗണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ക്ലോറിൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്. ഇതിന്റെ പേര് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ. നമുക്ക് ഒന്ന് സിമ്പിൾ ആക്കുക. ക്ലോറിനും ഫ്ലൂറിനും മാത്രം വെച്ച് ബ്രോം വരുന്ന കേസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ. ബ്രോം എന്ന് കഴിഞ്ഞാൽ ബ്രോമോ എന്ന് നേരത്തെ അത്രേ ഉള്ളൂ, വ്യത്യാസം അത്രേ ഉള്ളൂ. ഓക്കെ. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കുക അല്ലേ. സോ ഞാൻ ആദ്യം അങ്ങോട്ട് എണ്ണുമ്പോൾ എങ്ങനെയാ പൊസിഷൻ നമ്പർ? 1 ഒന്നുമില്ല. 2-നകത്തായിട്ടിരിക്കുന്ന ഒരു ക്ലോറിൻ, 2-നകത്ത് 3-നകത്ത് ആരാളെ? 3-നകത്ത് ഒരു ഫ്ലൂറിൻ ഉണ്ട്. ഓക്കെ. ഇനി തിരിച്ചെണ്ണി നോക്കുക. തിരിച്ചെണ്ണുമ്പോഴത്തേക്കും 1-ഒന്നുമില്ല, 2-ഒന്നുമില്ല. 3-ൽ ഫ്ലൂറിൻ ഉണ്ട്. 3-നകത്ത് ഫ്ലൂറിൻ ഇരിപ്പുണ്ട്. ഓക്കെ. ഇനി 4-നകത്ത് എന്താ ഉള്ളത്? 4-നകത്ത് ക്ലോറിൻ ഇരിപ്പുണ്ട്. ഓക്കെ. സോ ഈ 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇനി എന്ന് പറഞ്ഞാൽ 2 3 ആണോ 3 4 ആണോ വലുത്? 2 3 ആണോ 3 4 ആണോ വലുത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ നമ്പർ ഏതാ ചെറുതെന്ന് നോക്കുക. 2 3 ആണോ 3 4 ആണോ വലുത്? 2 3 ആണ് ചെറുത്. 2 3 ആണ് ചെറുത്. അതിൽ ആർക്കും ഡൗട്ട് ഒന്നുമില്ല. 2 3 തന്നെയാണ് ചെറുത്. ഇനി ഇതിൽ ആരെ നമ്മൾ ആദ്യം എഴുതണം? അവിടാണ് ചോദ്യം. ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 അതിൽ കൂടുതലോ നമ്പർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൽഫബറ്റിക് ഓർഡർ എടുക്കണം. അപ്പോ ഈ 2 ക്ലോറോനെയാണോ 3 ഫ്ലൂറോനെയാണോ ആദ്യം എഴുതേണ്ടത് എന്ന് നമ്മൾ ആൻസർ പറയേണ്ടത് ആൽഫബറ്റിക് ഓർഡർ വെച്ചിട്ടാണ്. A B C D E F
എഫ് സി കഴിഞ്ഞിട്ടല്ലേ എഫ് വരുന്നത്. അപ്പൊ ക്ലോറിനല്ലേ ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് വരേണ്ടത് അല്ലെ? ക്ലോറിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് സി വെച്ചിട്ടാണ്, ഫ്ലൂറിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് എഫ് വെച്ചിട്ടാണ്. നമുക്കറിയാം സി കഴിഞ്ഞിട്ടാണ് എഫ് വരുന്നത്. അപ്പൊ നമ്മൾ ആരെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? യെസ്, ക്ലോറിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ആൽഫബറ്റിക് ഓർഡറിൽ വേണം. 2 3 ഹാലജൻ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ കണക്കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്ലോറിനെ വെച്ചിട്ടാണ്. ക്ലോറിനെ വെച്ച് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? 2 ക്ലോറോ, 2 ക്ലോറോ. ഇനി അടുത്ത ആരാ ഉള്ളത്? ഫ്ലൂറിനാ ഉള്ളത്. അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? 3 ഫ്ലൂറോ. സിമ്പിൾ, അത്രേ ഉള്ളൂ. 2 ക്ലോറോ 3 ഫ്ലൂറോ കഴിഞ്ഞു. 2 ക്ലോറോ 3 ഫ്ലൂറോ. ഇനി എന്ത് ചെയ്യണം? മീൻസിന്റെ പേര് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ്. 2 ക്ലോറോ 3 ഫ്ലൂറോ പെൻഡെയിൻ. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. പരിപാടി ക്ലോസ്. ബൈ.